നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്റർ +2 ബിസിനസ് സ്റ്റഡീസിലെ അഞ്ചാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഓർഗനൈസിംഗ് എന്ന ചാപ്റ്ററിൻ്റെ അഞ്ചാമത്തെ ക്ലാസ്സാണിത്. ടുഡേ വി ആർ ഡിസ്കസിങ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫങ്ഷണൽ സ്ട്രക്ചർ ആൻഡ് ഡിവിഷണൽ സ്ട്രക്ചർ. അപ്പോൾ മൂന്നാമത്തെ ക്ലാസ്സിലും നാലാമത്തെ ക്ലാസ്സിലുമായിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്നും എന്താണ് ഡിവിഷണൽ സ്ട്രക്ചർ എന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദ മീനിങ്, ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് എ functional structure and divisional structure. Now we are concluding the topic by explaining or by studying the difference between the two types of organization structure. അപ്പോൾ ഇതുവരെ HSS Times എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ? അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കാര്യം ഇതാണ്, ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ കൺക്ലൂഷനാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ഇത് കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ്. ഒരുപാട് പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനുമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫങ്ഷണൽ സ്ട്രക്ചർ ആൻഡ് ഡിവിഷണൽ സ്ട്രക്ചർ. Before discussing the difference between functional structure and divisional structure, you need a clear idea regarding what is functional structure and what is divisional structure. Before starting our discussion, I am explaining again what is the meaning of functional structure and what is the meaning of divisional structure. In functional structure, the activities of a business unit is divided into different functions, that is production department, sales department, purchase department, etc. Whereas in the case of divisional structure, it is also known as product structure. Here the classification is not based on functions but based on products or divisions. ഓർമ്മയില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ? അപ്പോൾ ആദ്യം ആ രണ്ട് ക്ലാസ്സുകളും കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഡിഫറൻസ് പഠിക്കുക, അല്ലാതെ ബൈഹാർട്ട് പഠിക്കാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ഈ ഓരോ ഡിഫറൻസ് പറയുന്ന സമയത്തും ഞാൻ ഈ ഒരു ചിത്രം നിങ്ങളെ കാണിച്ചു കൊണ്ടായിരിക്കും ഈ ഡിഫറൻസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഒന്നാമത്തെ പിക്ചർ കാണുന്നത് ഇത് ഫങ്ഷണൽ സ്ട്രക്ചറാണ്, ഇത് ഡിവിഷണൽ സ്ട്രക്ചറാണ്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം, എന്താണ് ഡിഫറൻസ് എന്ന് നോക്കാം. അപ്പോൾ 3 കോളമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തേത് ബേസിസ് കോളമാണ്, രണ്ടാമത്തേത് ഫങ്ഷണൽ സ്ട്രക്ചറാണ്, മൂന്നാമത്തേത് ഡിവിഷണൽ സ്ട്രക്ചറാണ്. ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബേസിലാണ് നമ്മൾ ഡിഫറൻസ് എഴുതുന്നത്, ദ ബേസിസ് ഓൺ വിച്ച് വി ആർ ഡിഫറൻഷിയേറ്റിംഗ് ദ 2 ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ്. ക്ലിയർ? അപ്പോൾ നമുക്ക് മക്കളെ ഒന്നുകൂടി ഞാൻ പറയാം. ഇവിടെ ഫങ്ഷണൽ സ്ട്രക്ചർ ആണെങ്കിൽ ഒരു കമ്പനിക്ക് അതിൻ്റെ ടോപ്പ് ലെവൽ, അതിൻ്റെ അണ്ടറിൽ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതിൻ്റെ ബേസിൽ? ഫങ്ഷൻസിൻ്റെ ബേസിൽ. ക്ലിയർ? പ്രൊഡക്ഷൻ ഫങ്ഷൻ, സെയിൽസ് ഫങ്ഷൻ, ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ. ഇനി ഡിവിഷണൽ സ്ട്രക്ചർ ആണെങ്കിൽ അതിൻ്റെ ടോപ്പ് ലെവൽ മാനേജിങ് ഡയറക്ടർ, അതിൻ്റെ അണ്ടറിൽ കുറേ ഡിവിഷൻസ് ആണ്. അതായത് ഒരു പ്രൊഡക്റ്റിനെ ഒരു ഡിവിഷനായിട്ട്, സിമെൻ്റ് എന്ന് പറയുന്ന ഡിവിഷൻ, ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ഡിവിഷൻ, ഫുഡ് എന്ന് പറയുന്ന ഡിവിഷൻ, ഫുഡ്വെയർ എന്ന് പറയുന്ന ഡിവിഷൻ, ഇതൊക്കെയാണ് ഡിവിഷണൽ സ്ട്രക്ചർ. ക്ലിയർ? ഇനി ഓരോ ഡിവിഷൻ്റെ അണ്ടറിലും കുറേ ഡിപ്പാർട്ട്മെൻറ്റുകൾ. ഇവിടെ പറഞ്ഞ പ്രൊഡക്ഷൻ, സെയിൽസ്, ഫൈനാൻസ്, അത് സിമെൻറ്റിലും ഉണ്ടാവും, ടെക്സ്റ്റൈൽസിലും ഉണ്ടാവും, ഫുഡിലും ഉണ്ടാവും, ഫുഡ്വെയറിലും ഉണ്ടാവും. ഓക്കെ, ആദ്യത്തെ ഡിഫറൻസ് നോക്കുക. ഏതിൻ്റെ ബേസിലാണ്? ആദ്യത്തേത് ബേസിസ് തന്നെയാണ്. ഏതിൻ്റെ ബേസിലാണ്, അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടാണ്, ഏത് ക്രൈറ്റീരിയ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 2 സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ആദ്യത്തെ പോയിന്റ് ബേസിസ് ആണ്. അപ്പോൾ ഫങ്ഷണൽ സ്ട്രക്ചർ ഈസ് ബേസ്ഡ് ഓൺ ഫങ്ഷൻസ്. ഫങ്ഷണൽ സ്ട്രക്ചർ ഏതിൻ്റെ ബേസിലാണ്? ഫങ്ഷൻസിൻ്റെ ബേസിലാണ്. ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ നോക്കുക, ഫങ്ഷണൽ സ്ട്രക്ചറിൽ ക്ലാസിഫിക്കേഷൻ, പ്രൊഡക്ഷൻ ഫങ്ഷൻ, ഫൈനാൻസ് ഫങ്ഷൻ, മാർക്കറ്റിംഗ് ഫങ്ഷൻ, ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻ, ഇതിൻ്റെ ബേസിലാണ് ഫങ്ഷണൽ സ്ട്രക്ചറിലുള്ളത്. ഇനി ഡിവിഷണൽ സ്ട്രക്ചറിലോ ബേസ്ഡ് ഓൺ പ്രൊഡക്ട്സ്. ഇവിടെ പ്രൊഡക്റ്റ് ലൈൻസ് എന്ന് കാണാം. പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളെയും, 5 പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് ലൈൻ 5 ആണ്. 6 പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ 6 ആണ് ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് ലൈൻ. അപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ബേസ്ഡ് ഓൺ പ്രൊഡക്റ്റ്, ഉൽപ്പന്നങ്ങളുടെ ബേസിലാണ് ഈ ഡിവിഷണൽ സ്ട്രക്ചർ ഉണ്ടായത്. ക്ലിയർ? രണ്ടാമത്തത് സ്പെഷ്യലൈസേഷൻ്റെ ബേസിസ് ആണ്. രണ്ടാമത്തെ ബേസിസ് ഏതാണ്?
സ്പെഷ്യലൈസേഷൻ. ഇവിടെ നോക്കുക, ഫങ്ഷണൽ സ്ട്രക്ചറിനകത്ത് ഫങ്ഷണൽ സ്ട്രക്ചർ ലീഡ്സ് ടു ഫങ്ഷണൽ സ്പെഷ്യലൈസേഷൻ. ഫങ്ഷണൽ സ്ട്രക്ചർ ലീഡ്സ് ടു ഫങ്ഷണൽ സ്പെഷ്യലൈസേഷൻ, വെറാസ് ഡിവിഷണൽ സ്ട്രക്ചർ ലീഡ്സ് ടു പ്രൊഡക്റ്റ് സ്പെഷ്യലൈസേഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്നുകൂടെ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫങ്ഷണൽ സ്ട്രക്ചർ ഡീൽസ് ടു ഫങ്ഷണൽ സ്പെഷ്യലൈസേഷൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ, പ്രൊഡക്ഷൻ മാനേജർ ഒരാൾ, 5 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. ടോട്ടൽ 6 മെമ്പേഴ്സ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടെങ്കിൽ ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ ഏത് ഫങ്ഷനിൽ എക്സ്പേർട്ട് ആവും? പ്രൊഡക്ഷൻ എന്ന ഫങ്ഷനിൽ എക്സ്പേർട്ട് ആവും. ക്ലിയർ? ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 10 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ 10 ഫൈനാൻസ് എന്ന ഫങ്ഷനിൽ എക്സ്പേർട്ട് ആവും. അതാണ് ഫങ്ഷണൽ സ്പെഷ്യലൈസേഷൻ. അതാണ് ഫങ്ഷണൽ സ്പെഷ്യലൈസേഷൻ. ഇനി ഇവിടെ നോക്കുക, ഡിവിഷണൽ സ്ട്രക്ചറിലേക്ക് നോക്കുക. ഇവിടെ സിമൻ്റ് എന്ന് പറയുന്ന ഡിവിഷനിൽ ഒരു 100 ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോ. സിമൻ്റ് എന്ന് പറയുന്ന ഡിവിഷനകത്ത് ടോട്ടൽ 100 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ 100 ആൾക്കാരും സിമൻ്റ് എന്ന പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട മേഖലകളിൽ എക്സ്പേർട്ട്. സിമൻ്റ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സിമൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിൽ എക്സ്പേർട്ട് ആവും. അതാണ് പ്രൊഡക്റ്റ് സ്പെഷ്യലൈസേഷൻ. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിലായിരിക്കും എക്സ്പേർട്ട് ആവുക. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിലായിരിക്കും എക്സ്പേർട്ട് ആവുക. ക്ലിയർ? നെക്സ്റ്റ്, മൂന്നാമത്തെ പോയിന്റ്, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. റെസ്പോൺസിബിലിറ്റി. ഇവിടെ നോക്കുക, ഫങ്ഷണൽ സ്ട്രക്ചറിനകത്ത് നോക്കുക. ഇൻ ഫങ്ഷണൽ സ്ട്രക്ചർ, റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രോഫിറ്റ് cannot be fixed for one department. In functional structure, responsibility of profit cannot be fixed for one department. എന്താ അങ്ങനെ പറഞ്ഞാൽ? ഇവിടെ നോക്കുക, ഫങ്ഷണൽ സ്ട്രക്ചറിനകത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഒരിക്കലും ഇതിൻ്റെ ടോപ്പ് ലെവലിന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോട് 5 കോടി പ്രോഫിറ്റ് ഉണ്ടാക്കാനും ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് 10 കോടി പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന ടാർഗറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കനോട്ട് ഫിക്സ് എ ടാർഗറ്റ് ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. കാരണം കമ്പനി ഒറ്റ കമ്പനിയാണ്. അപ്പോൾ ഇവിടെ എന്ത് പറ്റില്ല? റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രോഫിറ്റ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന റെസ്പോൺസിബിലിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രോഫിറ്റ് കനോട്ട് ബി ഫിക്സഡ് ഫോർ വൺ ഡിപ്പാർട്ട്മെൻറ്റ്. ക്ലിയർ? ഇനി ഇവിടെ നോക്കിക്കോ, റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രോഫിറ്റ് ക്യാൻ ബി ഫിക്സഡ് ഫോർ വൺ ഡിവിഷൻ. റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രോഫിറ്റ് ക്യാൻ ബി ഫിക്സഡ് ഫോർ വൺ ഡിവിഷൻ. ഇവിടെ എന്ത് ചെയ്യാം? ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ ടോപ്പ് ലെവലാണ്. ഇതിൽ എന്ത് ചെയ്യാം? സിമൻറ്റ് മാനേജിങ് ഡയറക്ടർക്ക് വേണമെങ്കിൽ സിമൻറ്റ് ഡിവിഷനോട് പറയാം, നിങ്ങൾ അടുത്ത മാസം 50 കോടി 50 crore പ്രോഫിറ്റ് ഉണ്ടാക്കണം. ടെക്സ്റ്റൈൽ ഡിവിഷനോട് പറയാം, നിങ്ങൾ നെക്സ്റ്റ് മന്ത് 25 crore പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നൊരു ടാർഗറ്റ് നമുക്ക് ഓരോ ഡിവിഷനും കൊടുക്കാൻ വേണ്ടി പറ്റും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന്. അതാണ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഫങ്ഷണൽ സ്ട്രക്ചറിനകത്ത് ലാഭമുണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഡിവിഷണൽ സ്ട്രക്ചറിനകത്ത് ഇത്ര ലാഭം ഓരോ ഡിവിഷനും ഉണ്ടാക്കണം എന്ന ഉത്തരവാദിത്തം നമുക്ക് ഫിക്സ് ചെയ്ത് നൽകാം. ക്ലിയർ? നെക്സ്റ്റ്, നാലാമത്തത് കോസ്റ്റ്. എക്സ്പെൻസീവ് ആണോ അല്ല ചിലവ് കുറഞ്ഞതാണോ ചിലവ് കൂടിയതാണോ എന്നതാണ് നാലാമത്തെ പോയിന്റ്, കോസ്റ്റ്. ഇവിടെ നോക്കുക, ഫങ്ഷൻസ് ആർ നോട്ട് ഡ്യൂപ്ലിക്കേറ്റഡ്, ഹെൻസ് ഇക്കണോമിക്കൽ. ഫങ്ഷൻസ് ആർ നോട്ട് ഡ്യൂപ്ലിക്കേറ്റഡ്, ഹെൻസ് ഇക്കണോമിക്കൽ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഫങ്ഷൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫൈനാൻസ് എന്ന് പറയുന്ന ഫങ്ഷൻ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ? ഫങ്ഷൻസ് ആർ നോട്ട് ഡ്യൂപ്ലിക്കേറ്റഡ്, ഹെൻസ് ഇക്കണോമിക്കൽ. ഇത് ചെലവ് കുറഞ്ഞതാണ്, ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഫങ്ഷണൽ സ്ട്രക്ചർ. ഇനി ഡിവിഷണൽ സ്ട്രക്ചറിൽ നോക്കിക്കോ. ഇൻ ഡിവിഷണൽ സ്ട്രക്ചർ, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ഫങ്ഷൻസ് ഇൻ വാരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഹെൻസ് ഇറ്റ് ഈസ് കോസ്റ്റ്ലി. ഇവിടെ ഡിവിഷണൽ സ്ട്രക്ചറിനകത്ത് എന്തുണ്ട്? സിമൻറ്റ് ഡിവിഷനകത്ത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, സെയിൽസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ടെക്സ്റ്റൈൽ അതിവിടെ വരക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ വരച്ചില്ല എന്നേ ഉള്ളൂ.
ടെക്സ്റ്റൈൽ ഡിപ്പാർട്ട്മെൻറ്റിനകത്തും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റും ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്, ഫുഡിനകത്തും ഉണ്ട്, ഫുഡ്വെയറിനകത്തും ഉണ്ട്. അപ്പം പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ കുറേ സ്ഥലങ്ങളിൽ എല്ലാ ഡിവിഷൻസിലും പെർഫോം ചെയ്യണം. സെയിൽസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സിമെൻറ്റിലും വേണം, ടെക്സ്റ്റൈൽസിലും വേണം, ഫുഡിലും വേണം, ഫുഡ്വെയറിലും വേണം. അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സിമെന്റിലും വേണം, ടെക്സ്റ്റൈൽസിലും വേണം, ഫുഡിലും വേണം, ഫുഡ്വെയറിലും വേണം. അപ്പോൾ ഇതാണ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഫംഗ്ഷൻസ്. അപ്പോൾ ഇവിടെ എന്ത് നടക്കുന്നു? ഫങ്ഷൻസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു, റിസോഴ്സും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ 4 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ കമ്പനിക്ക് വേണം, ഈ കമ്പനിക്ക് ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മതി. ഇവിടെ 4 പ്രൊഡക്ഷൻ മാനേജർ ആവശ്യമാണ്, ഇവിടെ ഒരു പ്രൊഡക്ഷൻ മാനേജർ മതി. അപ്പോൾ ഡിവിഷണൽ സ്ട്രക്ചർ എന്താണ്? കുറച്ച് കോസ്റ്റ്ലി ആണ്, എക്സ്പെൻസീവ് ആണ്. അതാണ് കോസ്റ്റ് എന്ന് പറയുന്ന പോയിന്റ്. 5ാമത്തത് മാനേജറിയൽ ഡെവലപ്മെൻറ്റ്. മാനേജേഴ്സിന് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ്. അപ്പോൾ എന്താണ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അത് പേഴ്സണാലിറ്റി ഒരിക്കലും ഗ്രോത്ത് അല്ല. ഗ്രോത്തും ഡെവലപ്മെൻറ്റും 2 വ്യത്യസ്ത ടേംസാണ്. ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരിക വളർച്ചയാണ്, പക്ഷേ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ ഗ്രോത്ത് ആണ്, നമ്മുടെ മെൻ്റൽ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഒക്കെ വളരുന്നതാണ് മാനേജറിയൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഫങ്ഷണൽ സ്ട്രക്ചറിനകത്ത് ലെസ് ചാൻസ് ഫോർ മാനേജറിയൽ ഡെവലപ്മെൻറ്റ് ആസ് മാനേജേഴ്സ് ബിക്കംസ് സ്പെഷ്യലൈസ്ഡ് ഇൻ വൺ ഫങ്ഷൻ ഓൺലി. മാനേജറിയൽ ഡെവലപ്മെൻറ്റിനുള്ള സാധ്യത ഫങ്ഷണൽ സ്ട്രക്ചറിനകത്ത് കുറവാണ്. ലെസ് ചാൻസ് ഫോർ മാനേജറിയൽ ഡെവലപ്മെൻറ്റ് ബിക്കോസ് മാനേജേഴ്സ് ബിക്കംസ് സ്പെഷ്യലൈസ്ഡ് ഇൻ വൺ ഫങ്ഷൻ ഓൺലി. ഇവിടെ മാനേജേഴ്സ് പ്രൊഡക്ഷൻ ഫങ്ഷനിൽ മാത്രം ഒരൊറ്റൊരു ഫങ്ഷൻസിൽ മാത്രം സ്പെഷ്യലൈസ്ഡ് ആകുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഡെവലപ്മെൻറ്റിനുള്ള ചാൻസ് കുറവാണ്. ഇനി ഇവിടെ നോക്കിക്കോ, മോർ ചാൻസസ് ഇൻ ഡിവിഷണൽ സ്ട്രക്ചർ, മോർ ചാൻസസ് ആസ് മാനേജേഴ്സ് പെർഫോം മൾട്ടി ഫങ്ഷൻസ്. ഇവിടെ ഡെവലപ്മെൻറ്റിനുള്ള ചാൻസ് അധികമാണ്. കാരണം മാനേജേഴ്സ് ഒരുപാട് ഫങ്ഷൻസ് ഒക്കെ, വലിയ കമ്പനി ആയതുകൊണ്ട് ഒരുപാട് ഫങ്ഷൻസ് പെർഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ ഡെവലപ്മെൻറ്റിനുള്ള ചാൻസ് കൂടുതലാണ് ഏത് സ്ട്രക്ചറിൽ? ഡിവിഷണൽ സ്ട്രക്ചറിനകത്ത്. നെക്സ്റ്റ് കോഓർഡിനേഷൻ, ഏകോപനം. ആ അഡ്വാൻറ്റേജിലും ഡിസഡ്വാൻറ്റേജിലും കാര്യങ്ങൾ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തിരിക്കുന്ന ഡിഫറൻസ് ആണ്. ഒന്നും പുതിയതൊന്നും പറയാനൊന്നുമില്ല. ക്ലിയർ? 6ാമത്തെ പോയിന്റ് നോക്കുക, കോഓർഡിനേഷൻ. 6ാമത്തെ പോയിന്റ് ഏകോപനത്തിനുള്ള സാധ്യത, കോഓർഡിനേഷൻ. ഇവിടെ നോക്കിക്കോ, കോഓർഡിനേഷൻ ബിറ്റ്വീൻ ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഈസ് ഡിഫിക്കൽട്ട്. ഇവിടെ നോക്കുക, ഈ ഫങ്ഷണൽ സ്ട്രക്ചറിനകത്ത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ ഇതൊക്കെ ഇൻ്റർ റിലേറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കോഓർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് of an organization in functional structure is a difficult task. Clear? Whereas coordination between divisions is simple. 6ാമത്തെ പോയിന്റ് ഇവിടെ നോക്കുക, coordination between divisions is simple. അതിന്റെ റീസൺ എന്താ? സിൻസ് ഈച്ച് ഡിവിഷൻ ഈസ് an autonomous division. ഓരോ ഡിവിഷനും ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു സ്വതന്ത്ര ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ ഇത് സിമെന്റ് എന്ന അവരവരുടേതായ കാര്യം, ഇത് ടെക്സ്റ്റൈൽ എന്ന ഡിവിഷനാണ്, അവരവരുടേതായ കാര്യം. ഒരിക്കലും സിമെന്റ് ഡിവിഷന്റെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ടെക്സ്റ്റൈൽ ഡിവിഷനെ ബാധിക്കില്ല. രണ്ടും 2 സെപ്പറേറ്റ് ഡിവിഷൻസ് തന്നെയാണ്. ക്ലിയർ? അതുകൊണ്ട് തന്നെ 2 ഡിവിഷൻസിനെ കോർഡിനേറ്റ് ചെയ്യുക എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർക്ക് എന്ത് ചെയ്യാം? ഈ 4 ഡിവിഷൻസിനെയും ഇഫക്റ്റീവായിട്ട് തന്നെ കോർഡിനേറ്റ് ചെയ്യാം. പക്ഷേ ഈ താഴെ ഇപ്പോൾ ഫുഡ് ഡിവിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനം കോർഡിനേറ്റ് ചെയ്യുക ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ കാണുന്നത് ഒരു ഫങ്ഷണൽ സ്ട്രക്ചറാണ്, ഈ താഴെ കാണുന്നത്. അപ്പോൾ ഓരോ ഡിവിഷൻ്റെ അണ്ടറിലും ഒരു ഫങ്ഷണൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും. ക്ലിയർ ആവുന്നില്ലേ? അപ്പോൾ ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ കേസിനകത്ത് കോഓർഡിനേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഡിവിഷൻ ഈസ് സിമ്പിൾ. ഇനി അടുത്തതൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു പോയിന്റ്, സ്ട്രക്ചർ. ഏതാണ് സിമ്പിൾ, ഏതാണ് കോംപ്ലിക്കേറ്റഡ് എന്നുള്ളത് നമുക്കറിയാം. ഫങ്ഷണൽ സ്ട്രക്ചർ വളരെ സിമ്പിൾ സ്ട്രക്ചറാണ്. ഡിവിഷണൽ സ്ട്രക്ചർ എന്താണ്? കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറാണ്.
ക്ലിയർ. അപ്പോൾ ഫങ്ഷണൽ സ്ട്രക്ചർ സിമ്പിൾ സ്ട്രക്ചറാണ്, ഡിവിഷണൽ സ്ട്രക്ചർ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മതി, ഇത് കൃത്യമായിട്ട് ഇന്ന് തന്നെ തറവായിട്ട് പഠിക്കുക. അടുത്തത് ഫോർമൽ ഇൻഫോർമലൊക്കെയാണ്. അതെടുത്തു കഴിഞ്ഞാൽ ക്ലാസ് കുറേ ഡ്യൂറേഷൻ വരും. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വളരെ ചെറിയൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫങ്ഷണൽ സ്ട്രക്ചർ ആൻഡ് ഡിവിഷണൽ സ്ട്രക്ചർ. അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് ഈ ചിത്രം നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവണം. ഈ ചിത്രം വെച്ചുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയും കൂടി ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.